ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ ചാനലിൽ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു പോട്ടിലാണ് കേട്ടോ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിരിയാണി പോട്ടൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് നെയ്യും കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ചീരകം, ഏലക്കായ, തക്കോലം, കൽപ്പാസി, കറുവയില, ജാതിപത്രി, ലോങ് പെപ്പർ എന്നിവ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവോളയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള ഈ രീതിയിൽ ഒന്നായി കഴിയുമ്പം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചച്ചുവ മാറി കഴിയുമ്പോൾ ടൊമാറ്റോ ഇതുപോലെ വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ നല്ല കുക്കായി നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടുന്ന രീതിയിൽ വീണ്ടും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചേർത്തിരിക്കുന്ന ഈ പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി കട്ടായിട്ടൊന്നും അല്ല കേട്ടോ ചിക്കൻ പീസസ് വാങ്ങിയിട്ടുള്ളത്, കറി കട്ടായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ 2 ലെഗ് പീസസ് മാത്രം അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കൻ മുഴുവനായിട്ട് കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഒരു ഹാഫ് ഭാഗം മാത്രം കുക്കായി കിട്ടിയാൽ മതി. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് 20 മിനിറ്റ് കുതിർത്ത ശേഷം വാഷ് ചെയ്തെടുത്തിട്ടുള്ള ജീരകശാല, അതായത് കയമ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ജിജുവിനാണെങ്കിൽ മസാല കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അരി ചേർത്ത് കൊടുത്ത ശേഷം നോർമലി നമ്മൾ ഈ റൈസും ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമല്ലോ, പക്ഷെ ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിന്റെ കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം, അതാണ് അതിന്റെ കണക്ക്. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് വെള്ളം എടുക്കണമെന്ന് മാത്രം. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷവും ഇത് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ആ മസാല വല്ലാതെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മേലെ മാത്രമാണ് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്, അല്ലാതെ മൊത്തത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിന് മേലെയായിട്ട് പുതിനയില ചോപ്പ് ചെയ്തതും മല്ലിയില ചോപ്പ് ചെയ്തതും ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 20 മിനിറ്റോളം കവർ ചെയ്ത് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു 20 മിനിറ്റിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. ചിക്കനും റൈസും എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.